സത്യനന്ദിക്കാട് ശ്രീനിവാസൻ സിനിമകളൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. അതിൽ സന്ദേശം പോലത്തെ സിനിമകളിലൊക്കെ ശ്രീനിവാസൻ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. കുറേ വിമർശനങ്ങളും അതുപോലെ തന്നെ കയ്യടികളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളെക്കുറിച്ച് നമ്മുടെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഹൃദയപൂർവ്വം സിനിമ സത്യനന്ദിക്കാടിൻ്റെ ഇപ്പോൾ ഓണത്തിന് റിലീസ് ചെയ്ത നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ സിനിമ ഹൃദയപൂർവ്വം സിനിമയും അതുപോലെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ പഴയ ചില സിനിമകളൊക്കെ കണക്ട് ചെയ്തിട്ട്, സത്യനന്ദിക്കാടിൻ്റെ മാത്രമല്ല വേറെ മോഹൻലാലിൻ്റെ തന്നെ കുറച്ച് സിനിമകൾ അത് ഞാൻ പറയാം. അതായത് പണ്ട് നമുക്കറിയാം വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ റിലീസായ സമയത്ത് അന്ന് അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നെങ്കിൽ പിന്നീട് ആ സിനിമയ്ക്ക് ഒരുപാട് ഫോളോയിങ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ വാജ്പേയി ഒക്കെ ആ സിനിമ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാജ്പേയി ആ സിനിമ കാണിച്ചു കഴിഞ്ഞപ്പോൾ വാജ്പേയി അതിനെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബസ് തുടങ്ങാൻ വരുന്നതും ആ ബസ് അത് ഗൾഫിൽ നിന്ന് വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതൊരു ബസ് വാങ്ങുന്നു, പിന്നീട് ആകെ പ്രശ്നത്തിൽ പെട്ടുപോകുന്ന ലാലേട്ട ക്യാരക്ടറൊക്കെയാണ്. അത് ശരിക്കും ശ്രീനിവാസൻ്റെ തന്നെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തു. ശ്രീനിവാസൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ, എന്നിട്ട് കുറേ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്കറിയാം ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് മിഥുനം എന്ന് പറയുന്ന പ്രിയദർശൻ്റെ സിനിമ. അതിലും ഈ പറഞ്ഞ 2 സിനിമകളിലും മോഹൻലാലിൻ്റെ കൂടെ ശ്രീനിവാസനും ഉണ്ട്. ശ്രീനിവാസൻ്റെ കൂടിയും അതിൻ്റെ ഭാഗമാണ്. വരവേൽപ്പിൻ്റെ സ്ക്രിപ്റ്റ് ശ്രീനിവാസനാണ്, മിഥുനത്തിലും ശ്രീനിവാസനുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്കറിയാം, ദാക്ഷാണി ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാമെന്ന്. ഇതേപോലെ തന്നെ ഒരു ബിസിനസ്, മറ്റേതെങ്കിലും ഒരു ബസ്സാണെങ്കിൽ ഇതിലൊരു ബിസ്ക്കറ്റ് കമ്പനി. പക്ഷേ രണ്ടിലും കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാണിച്ചിരുന്നത്. ബിസിനസ് തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ നേരിടേണ്ട പ്രശ്നങ്ങൾ, അതായത് ഓൾറെഡി ഇല്ലാത്ത പൈസയും കടം മേടിച്ചും ഒക്കെ പല രീതിയിൽ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിനെ മുടക്കാം എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ തൊഴിലാളികളോ ഒക്കെ ശ്രമിക്കുന്നതെന്ന രീതിയിൽ 2 സിനിമയും പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. ഈ 2 സിനിമകളിലും മോഹൻലാലിൻ്റെ കഥാപാത്രം കോടീശ്വരനൊന്നും ആവുന്നില്ല, പ്രാരബ്ധം മാറുന്നില്ല, പ്രശ്നങ്ങളോടെ തന്നെയാണ് അവസാനം വരെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മന്ത്രി രാജീവ് പറഞ്ഞിരിക്കുന്നത് അത് അന്നത്തെ കേരളം, ഇന്ന് കേരളം മാറി, അതായത് വ്യവസായ സൗഹൃദമായി മാറി കേരളം. ഇന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതിന് അദ്ദേഹം എക്സാമ്പിളായിട്ടും രസകരമായിട്ടാണ് ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഹൃദയപൂർവ്വം സിനിമയിൽ സന്ദീപ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ, അദ്ദേഹം ഒരു ക്ലൗഡ് കിച്ചൺ സെറ്റപ്പ് തുടങ്ങി നല്ല രീതിയിലാണ് അതിൽ പോകുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരവേൽപ്പിൻ്റെയൊക്കെ സമയത്ത് കൗമാരക്കാരനായിരുന്ന സന്ദീപ്, അതായത് ആ കഥാപാത്രത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് കൗമാരക്കാരനായ സന്ദീപ് എന്ന് വളർന്നു വലുതായി സന്ദീപ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ സക്സസ്ഫുള്ളായി. അന്ന് ഈ പറയുന്ന മിഥുനത്തിലെ കഥാപാത്രത്തിനും അതിൽ ഒന്ന് മുരളി, വരവേൽപ്പ് മുരളി, മറ്റേത് സേതുമാധവൻ, സേതുവാണ് മിഥുനം. അവർ രണ്ടുപേർക്കും പ്രത്യേകിച്ച് വരവേൽപ്പിലെ മുരളിക്ക് അറിയാത്ത ബിസിനസ്, അതായത് ബസ് മുതലാളി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബസ് സ്വന്തമായിട്ട് മേടിച്ച് ആ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് ഇറങ്ങണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. ഒന്നിനെക്കുറിച്ചും പഠിക്കാതെ ഇറങ്ങരുത്. അതാണ് ആ ബിസിനസ് പരാജയപ്പെട്ടത് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇന്നിപ്പോൾ വ്യവസായ സൗഹൃദമായി മാറിയിരിക്കുകയാണ് കേരളം. ആർക്കും എന്തും രീതിയിലും ബിസിനസ് തുടങ്ങാം, നിങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചിറങ്ങിയാൽ സക്സസ്ഫുൾ ആവാം. പിന്നെ കുറേ തമാശ രൂപേണയൊക്കെ അധികം അല്ലെ പോസ്റ്റിൽ കുറേ നീണ്ടൊരു പോസ്റ്റാണ് അല്ലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ISI മാർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റപ്പെടുത്തലുകളില്ല, അതായത് പഴയ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറച്ച് രസകരമായിട്ട് പൊളിറ്റിക്സെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് ഇത് ഈ പറയുന്ന അന്ന് സത്യനന്ദിക്കാട് തന്നെയാണ് ഇപ്പോൾ ഈ ഹൃദയപൂർവ്വം ചെയ്ത സത്യനന്ദിക്കാട്. അപ്പോൾ വരവേൽപ്പിൽ നിന്നും ഹൃദയപൂർവ്വം എത്തിയപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പല രീതിയിൽ ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി അദ്ദേഹം കണക്ട് ചെയ്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ, ഈ പ്രത്യേകിച്ച് ഈ അന്ന് കൗമാരക്കാരനായ സന്ദീപ് ഇന്ന് ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വ്യവസായ സൗഹൃദമാണോ ഇപ്പോൾ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്കധികം ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റുന്നതല്ല. ഒരു എപ്പിസോഡോ മാത്രം ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഹൃദയപൂർവ്വം സിനിമ വീണ്ടും എന്തായാലും കൈനീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്ന സത്യനന്ദിക്കാട് അത്രയും വർഷമായിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മിടുക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണോ അതിൽ തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചർച്ചയാവുക എന്ന് പറയുന്നതാണ്. സിനിമകളായിരിക്കും ചെയ്യാം, പക്ഷേ ആ സിനിമ ഇപ്പോഴും ചർച്ചയാവുന്നു. അതായത് അദ്ദേഹം 30 വർഷം 35 വർഷം മുമ്പ് സിനിമകൾ ചെയ്തപ്പോൾ ആ സിനിമ അന്നും ചർച്ചയായി.
പിന്നെയും ചർച്ചയാവുന്നു. ഇന്ന് ഒരു സിനിമ ചെയ്യുമ്പോൾ അതും ചർച്ചയാവുക എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു സത്യൻ്റെ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇനി വീണ്ടും ഒരു സിനിമ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പേഴ്സണലി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മമ്മൂക്കയായിട്ടുള്ള സിനിമയാണ്. അതിന് മുമ്പ് പറഞ്ഞാൽ കോവിഡ് സമയത്ത് പ്ലാൻ ചെയ്തിരുന്നു സത്യൻ്റെ അന്തിക്കാട്. അത് പക്ഷേ നടന്നില്ല. അത് കോവിഡ് കാരണം മുടങ്ങിപ്പോയതാണത്. എന്തായാലും വീണ്ടും സത്യൻ്റെ അന്തിക്കാട് മമ്മൂക്കയായിട്ടൊരു സിനിമ കുറേ വർഷമായി അത് സംഭവിക്കട്ടെ എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം.